السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ തങ്ങൾ ഉസ്താദ് അവർകൾ മറ്റു ഉസ്താദുമാർ, സ്നേഹമുള്ള മുതഅല്ലിമുകൾ, നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയിട്ടുള്ള നാട്ടിലെ പ്രധാനികളായ വ്യക്തികൾ എല്ലാവരെയും ഈ മഹത്തായ വേദിയിലേക്ക് എന്റെ സ്വന്തം വകയിൽ സ്ഥാപനത്തിന്റെ വകയിലും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംഗമിച്ചിരിക്കുന്നത് ഇമാം ഷാഫി അക്കാദമിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന സംഗമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മുടെ സർവത്ര പാപങ്ങളും അവൻ പൊറുക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പരിശ്രമിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ പ്രധാനപ്പെട്ട 2-3 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വിപുലമായ രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദ് ആഘോഷിക്കുക എന്ന് തന്നെയാണ്. രണ്ടാമതായി, നമ്മുടെ മഹത്തായ സ്ഥാപന സമുച്ചയത്തിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ഭാഗമായി കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്കുള്ള ട്രോഫി സമ്മാനിക്കുക എന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെയും നമുക്ക് നൽകാനുള്ളത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൂടി ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മുടെ സംഗമിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനത്തിലും പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കറിയാം, പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്തുകൊണ്ടും അല്ലാഹുവിന്റെ ഹബീബിനെ വളരെയധികം ഓർക്കുന്ന ഒരു മാസമാണ്. മാത്രമല്ല, നബിദിനം ആഘോഷിക്കൽ ഏറെ പ്രസക്തമായി നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രമാത്രം നമ്മൾ സ്മരിക്കണം? ഈ 2024-ൽ ഈ മോഡേൺ ഏജിൽ എന്തുകൊണ്ട് ആ ഹബീബിനെ കൂടുതലായി സ്മരിക്കണം എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ സ്മരിക്കുക എന്ന് തന്നെയാണ്. അവിടുത്തെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ നേതാവും നമ്മുടെ എല്ലാമായ അല്ലാഹുവിന്റെ ഹബീബിനെ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ല. മറ്റൊരു കാര്യം, ആ അല്ലാഹുവിന്റെ ഹബീബ് നമ്മിലേക്ക് കൈമാറി തന്നുപോയ ഒരു വിശുദ്ധമായ വെളിച്ചമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം ഇവിടെ ആളുകൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം. ആ ഇസ്ലാം ഒരിക്കലും ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ ഭാഗത്തുള്ള ഏത് ഭൂഖണ്ഡങ്ങളിലുള്ള മനുഷ്യർക്കായാലും അത് ഇസ്ലാം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും അവർക്കും അർഹതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു സുവർണാവസരം കൂടിയാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധമായ ദീനിനെയും ഒക്കെ നിശിതമായി വിമർശിക്കുകയും അതുപോലെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് ഇവിടെ ഉണ്ട്. അവർക്കെതിരിൽ, അത്തരക്കാരായ ആളുകൾക്കെതിരിൽ ശക്തമായ അതിശക്തമായ നിലപാടെടുക്കുക, ഇതെല്ലാം ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ നമുക്ക് ഒരു ലക്ഷ്യമായി കാണാൻ പറ്റിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ അവിടുത്തെ ചരിത്രങ്ങൾ വളരെ ഗഹനമായി ആഴങ്ങളിൽ ഇറങ്ങി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകി. ആ ജന്മം നൽകിയത് മുതലല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം തുടങ്ങുന്നത്. അതിന്റെയും അപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമുണ്ട്. ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രമുണ്ട്. ഒരവസരത്തിൽ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഈ ലോകത്ത് ഏറ്റവും ആദ്യമായി പടച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിക യാ ജാബിർ. ഓ ജാബിറേ, അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് എന്നല്ല മൊത്തത്തിൽ അല്ലാഹു തആല ആദ്യമായി പടച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ നൂറിനെ മൂലകടമായി സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഈ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഒരിക്കലും വിസ്മൃതനായി പോയിട്ടില്ല. ഏത് കാലഘട്ടത്തിലും ഏത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നമുക്കറിയാം 1,24,000 പ്രവാചകന്മാർ ഇവിടെ വന്നപ്പോ ആ പ്രവാചകരൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരുന്നു. അതിന്റെ പുറമെ നമുക്കറിയാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനിക്ക് നുബുവത്തിന്റെ ദറജ ഉണ്ടായിരുന്നു എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. നമുക്കറിയാം സ്വർഗത്തിന്റെ വാതിലിൽ എഴുതി വെച്ചൊരു രേഖയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിനോടുകൂടെ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് കൂടെ എഴുതി വെച്ചത് ഉണ്ട് എന്നറിയുമ്പോ ആ റസൂലുള്ളാഹിന്റെ നൂറിന് തന്നെ നബുവത്തിന്റെ ദറജയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം പ്രഥമ പിതാവും പ്രഥമ പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാം ഈ ഭൂമി ലോകത്തേക്ക് വന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് ചില അനുചിതമായ കാര്യങ്ങൾ സംഭവിച്ചപ്പോ അതിന്റെ മേൽ അദ്ദേഹം പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ മഹാനായ ആദം നബി അലൈഹിസ്സലാം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിക്കൊണ്ട് തൗബ ചെയ്തു എന്ന് ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി മുൻകാല പ്രവാചകന്മാരൊക്കെയും അവരുടെ ഉമ്മത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് എല്ലാ നബിമാരും കഴിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു നബിയുടെ ഏതൊരു പ്രവാചകന്റെ ഉമ്മത്തിനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൃത്യമായ ബോധമുണ്ടായിരുന്നു. സ്വന്തം മക്കളെ നാം എങ്ങനെ തിരിച്ചറിയുന്നുവോ അതിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് പരിചയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലും അതുപോലെ അവിടുന്ന് വഫാത്തായി വർഷം പിന്നിട്ടു. പക്ഷേ ഇന്നും ലോക ശ്രദ്ധയിൽ സജീവമായി നിലകൊള്ളുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലാകുന്ന ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ നാസ്തികരും യുക്തിവാദികളും ഒക്കെ ഇന്ന് തലപൊക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നവകാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഏതൊക്കെ യുക്തിവാദി വന്നാലും ഏതൊക്കെ നാസ്തികർ വന്നാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വചനത്തെ കുറിച്ച് ആ വചനം മോശമായി അതവിടെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വചനത്തെയോ ഒരു ഹദീസിനെയോ ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച ഹദീസ് ഓരോന്നും പരിശോധിച്ച് നോക്കുമ്പോൾ അത് സനാതനമായ സത്യങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയണം. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹവും എല്ലാ പ്രസ്ഥാനക്കാരും അംഗീകരിക്കുന്ന ആർക്കും അത് നിരസിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങൾക്ക് സനാതന സത്യങ്ങൾ എന്ന് പറയുന്നു. അത്തരത്തിലുള്ള സത്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം, ഇതിൽ ആർക്ക് എതിർക്കാൻ കഴിയും, അതിലാർക്കും എതിരഭിപ്രായമില്ല എന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വിഭാഗം അത് മുസ്ലിം സമുദായമാണ് എന്ന് നമുക്കറിയാം. ഇവിടെയുള്ള ധാരാളം വൃദ്ധസദനങ്ങളുണ്ട്. അവിടേക്ക് പോയി നോക്കിയാൽ മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ വളരെ ദുർലഭമായിരിക്കും, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ടുള്ള ഒരു നടപടിയാണ്. അതുപോലെ തന്നെ അനാഥകളെ സംരക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണ്, തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വതഖ, എന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ധർമ്മമാണ് അവിടുന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത്
ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരാൾക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒരവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അത്തരം ഹദീസുകളെ കുറിച്ച് പറഞ്ഞു, ജവാമിഉൽ കലിമി വഖ്തിസാറുൽ കലിമി ഇഖ്തിസാറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ജവാമിഉൽ കലിമിനെ തന്നിരിക്കുന്നു. കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം ധനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള പ്രത്യേകമായ ഒരു കഴിവും ഒരു പ്രാപ്തിയും അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, നിങ്ങളുടെ അടുത്ത് ഒരു ഗസ്റ്റ് വന്നാൽ അവനെ നിങ്ങൾ ആദരിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇതൊക്കെ ആർക്ക് വിമർശിക്കാൻ കഴിയും? ലോകത്തെ ഏത് യുക്തിവാദി വന്നാലും ഏത് നാസ്തികൻ തലയെടുത്താലും ഒരിക്കലും ഇതൊന്നും വിമർശിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അതുപോലെ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, നീ മഹാരിമുകളെ സൂക്ഷിക്കണം, ഹറാമായ കാര്യങ്ങളെ നീ സൂക്ഷിച്ചോ, എന്നാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദായി മാറാം. ഒരാൾക്ക് ഒരു ആബിദായി മാറണമെങ്കിൽ 24 മണിക്കൂറും നിസ്കാരമോ അതല്ലെങ്കിൽ മറ്റു ദിക്റുകളോ ഒക്കെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഹറാമുകളെ സൂക്ഷിച്ചാൽ അവന് വലിയ ആബിദായി മാറാൻ കഴിയുമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. അതുപോലെ നീ മറ്റൊരാളുടെ ഐബുകളെ ചികഞ്ഞു നോക്കാൻ ഉദ്ദേശിച്ചാൽ അത്തരം കാര്യങ്ങളിലേക്ക് നീ പോകാതെ സ്വന്തം നഫ്സിന്റെ ഐബുകൾ നീ പരിശോധിക്കണമെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചു. അതുപോലെ വേറെ ഹദീസിൽ പഠിപ്പിക്കുന്നത്, നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ നന്മകൾ നിങ്ങൾ പറയണം, അവരുടെ മോശമായ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെക്കണം. ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ, ഏത് സമൂഹത്തിനും ഏത് സമുദായത്തിനും ഏത് പ്രസ്ഥാനത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന നന്മ നിറഞ്ഞ അതിന്റെ നന്മകൾ മാത്രമുള്ള വാക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തിൽ നാം അവിടത്തെ കുറിച്ച് കൂടുതലായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ അല്ലാഹു തആല എല്ലാ നിലക്കും വിജയത്തിലും റാഹത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് ഉത്തരോത്തരം പുരോഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.